ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. സമയമുള്ള ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് നാം നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ ഉപയോഗിക്കുന്ന ഈ സമയം പ്രസക്തമല്ല. കിങ്ഡം ടൈം അനുസരിച്ച് കാൽച്ചുവടുകൾ വയ്ക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന ഉദ്ദേശങ്ങളിൽ നമുക്ക് വിജയികളായി തീരുവാൻ കഴിയും. യേശു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സമയാടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. യേശു കാനാവിലായിരുന്ന സന്ദർഭത്തിൽ യേശുവിൻ്റെ അരികിൽ വന്ന് അമ്മ പറയുകയുണ്ടായി, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതിൽ യേശു പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവിടെ ശ്രദ്ധിക്കണം, കർത്താവ് ചലിച്ചത് ആ ദൈവരാജ്യ സമയം അനുസരിച്ചാണ് കർത്താവ് ചലിച്ചത്. പിതാവ് തന്നോട് പറയുന്ന സമയത്താണ് അവിടുന്ന് പ്രവർത്തിച്ചത്. നേരത്തെയും ആകുകയുമില്ല, വൈകിപ്പോകുകയുമില്ല. ഒരു കാര്യം കർത്താവ് ചെയ്യുമ്പോൾ അത് സമയത്തിന് മുന്നമേ ചെയ്യുകയില്ല, വൈകിപ്പോകുകയുമില്ല. അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാകുന്നതിനാൽ പിതാവിൻ്റെ സമയത്ത്, ദൈവരാജ്യ സമയത്ത്, കിങ്ഡം ടൈമിലാണ് അവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തത്.